നടൻ ദിലീപിന്റെ 151ാമത് ചിത്രമായ ബബ്ബയുടെ പൂജ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 14-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് പൂജ കഴിഞ്ഞിരിക്കുന്നത്. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ധനഞ്ജയ് ശങ്കറാണ്. ധനഞ്ജയ് ശങ്കറിന്റെ ഡെബ്യൂട്ടൻ ഡയറക്ടോറിയൽ വെഞ്ചറും കൂടിയാണ് ബബ്ബ. ഒരു കോമഡി ആക്ഷൻ ചിത്രമായിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. മുമ്പ് ചിത്രത്തിൻ്റെതായിട്ട് റൂമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിലീപ് ഒരു ഫേക്ക് ആസ്ട്രോളജർ ആയിട്ടാണ് എത്തുന്നതെന്നും അദ്ദേഹത്തിന് പിന്നെ ഒരു ടൈം ട്രാവലർ കഴിവ് ലഭിക്കുന്നു. അദ്ദേഹം ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കൊക്കെ പോയിട്ട് കഥകളും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ളൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടാണ്, ആക്ഷൻ കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് അതിൻ്റെ ടീം അംഗങ്ങൾ തന്നെ അത്തരത്തിലുള്ളതല്ല അവരുടെ ബബ്ബയുടെ കഥ എന്ന് അവർ ഒഫീഷ്യലായിട്ട് ധനഞ്ജയ് ശങ്കറും ബബ്ബ മൂവിയുടെ ടീം അംഗങ്ങളും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളൊരു കഥയല്ല. മേ ബി അതിൻ്റെ സാരാംശമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാലും അത്തരത്തിലുള്ള ഒരു കഥയല്ല എന്നാണ് അവർ അറിയിച്ചത്. എന്തായാലും ചിത്രം ഷൂട്ടിംഗ് ജൂലൈ 14-ാം തീയതി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ വെച്ചിട്ട്. ചിത്രത്തിൻ്റെ കാസ്റ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ്, അണിയറ പ്രവർത്തകരുടെയും കാസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ദിലീപേട്ടനെയും വിനീതിനെയും ധ്യാൻ ശ്രീനിവാസനെയും കൂടാതെ എന്തായാലും ആ ചിത്രത്തിൻ്റെ ചില അണിയറ പ്രവർത്തകരുടെ, ചില താരങ്ങളുടെ ഡീറ്റെയിൽസ് അവർ ഷൂട്ടിങ്ങിനോടനുബന്ധിച്ച് കുറച്ചായിട്ട് ഓരോ ഡേ ബൈ ഡേ പുറത്തു വിട്ടിരുന്നു. അവരിവരൊക്കെയാണ് നമ്മുടെ തമിഴിൽ നിന്ന് ശരണ്യ പൊൻവണ്ണൻ, റെഡിൻസ് കിങ്സ്ലി, സാൻഡി മാസ്റ്റർ, പിന്നെ നമ്മുടെ മലയാളത്തികളുടെ സ്വന്തം സിദ്ധാർത്ഥ്, ബാലു വർഗീസ്, മണിയമ്പിള്ള രാജ് ചേട്ടൻ, അതുപോലെ ബൈജു ചേട്ടൻ, അശോകൻ ചേട്ടൻ തുടങ്ങിയവരുടെ ഡീറ്റെയിൽസാണ് അവർ പുറത്തു വിട്ടിരുന്നത് താരങ്ങളായിട്ട്. അതുകൂടാതെ കിടിലൻ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ചിത്രത്തിൻ്റെതായിട്ട് വരുന്നത്. നമ്മുടെ ബാക്കി താരങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇതിൻ്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് താരദമ്പതിമാരായ വഹീം സഫറും നൂറിൻ ഷെരീഫുമാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. കൈതപ്രം, വിനായക് ശശികുമാർ, മനു മഞ്ജിത്ത് എന്നിവരുടെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. എന്തായാലും ഒരു പുതിയ ക്രൂവുമായിട്ടാണ് ദിലീപ് ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത്. ദിലീപിൻ്റെതായിട്ടുള്ള ഈ ചിത്രം വരുന്നത് എന്തായാലും ഗോകുലം ഗോപാലനായതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഹൈ ബഡ്ജറ്റ് ചിത്രമായിരിക്കും എന്തായാലും ചിത്രം വരിക. എല്ലാ ക്വാളിറ്റിയോടും കൂടിയായിരിക്കും ചിത്രം വരിക. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അരുൺ മോഹനാണ്. എഡിറ്റിംഗ് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജൻ എബ്രഹാം ചേട്ടനാണ്. കലാസംവിധാനം നിമേഷ് താനൂറാണ്. കോയമ്പത്തൂർ, പൊള്ളാച്ചി, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ചിത്രത്തിൽ നമ്മുടെ പ്രധാന താരങ്ങളായി എത്തുന്നത് അലികുമാർ, ജി സുരേഷ് കുമാർ, അതുപോലെ തന്നെ ബിജു പപ്പൻ, ദേവൻ, വിജയ് മേനോൻ, നോബി, റിയാസ് ഖാൻ, സെന്തിൽ കൃഷ്ണ, കോട്ടയം രമേശ്, ഷമീർ ഖാൻ, അതായത് പാമലു ഫെയിമിൽ അഭിനയിച്ച, അതായത് നമ്മുടെ കോമഡി ക്യാരക്ടർ ചെയ്ത ഷമീർ ഖാൻ, നൂറിൻ ഷെരീഫ് അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധന്യശ്രീ ഉണ്ട്. പിന്നെ ലങ്കാലക്ഷ്മി എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും കൂടി ഈ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക മികച്ച താരങ്ങളുമായിട്ടാണ് ചിത്രം വരുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഗംഭീര ഒരു ചിത്രമാകട്ടെ. ദിലീപിൻ്റെ കരിയറിലെ വമ്പൻ ആക്ഷൻ പാക്ഡ് ചിത്രമായിട്ടാണ് ചിത്രം വരുന്നത്. എന്തായാലും മാസ് ഫൺ ആക്ഷൻ ചിത്രമായ ഈ ചിത്രം ദിലീപിൻ്റെ മലയാള സിനിമയിലേക്കുള്ള ഗംഭീര തിരിച്ചുവരവായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ദിലീപിന് ഓൾ ദി ബെസ്റ്റ്. ദിലീപ് ഇല്ലാത്തൊരു മലയാള സിനിമ മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ദിലീപിൽ നിന്ന് മികച്ച ചിത്രങ്ങളാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്ന് ഗംഭീര ചിത്രങ്ങളുമായിട്ട് ദിലീപ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.